ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഒരു ടാക്സി പിടിച്ച് എയർപോർട്ടിലേക്ക് പോ. ദേ കുറച്ച് കാശും കൂടി തരാം. അവിടെ ചെന്നാ ഈ കാശ് കൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. അവിടെ ദർഹ. ഞാനെന്തോ ചെയ്യൂ? എല്ലാം സുമലത വർമ്മ നോക്കിക്കോളും. പോലീസുകാര് കാണാതെ വേഗം പൊയ്ക്കോ. ദൈവമേ, അറബികൾ ഏത് തരക്കാരാണോ ആവോ? താമസിക്കണ്ട, ചെല്ലേ. നീ ഇങ്ങനെ വിഷമിക്കാതെ. ജീവിതത്തിൽ ഇതുപോലുള്ള പ്രശ്നങ്ങൾ വരുമ്പോ നമ്മളിങ്ങനെ തളർന്നിരിക്കുകയല്ല വേണ്ടത്. കരുത്തോടെ എല്ലാത്തിനെയും നേരിടണം, അല്ലാതെ നിരാശനാവരുത്. മോളിപ്പോ ജയിലിൽ കിടക്ക. കുറ്റം ചെയ്യാതെ കുറ്റവാളിയായിട്ടാ മോള് ജയിലിൽ കിടക്കണേ. കുറ്റം ഇതുവരെ തെളിയിക്കപ്പെട്ടിട്ടില്ലല്ലോ. കുറ്റം തെളിയുന്നവരെ ജാമ്യം കിട്ടാനുള്ള അർഹതയുണ്ട്. മേൽക്കോടതികളിൽ പോയി ജാമ്യത്തിന് അപേക്ഷിക്കണം. നമുക്ക് മോള് ജയിലിൽ നിന്ന് ഇറക്കണം. ജാമ്യത്തിൽ ഇറക്കിയാൽ മാത്രം പോരാ, കുറ്റവാളിയല്ലെന്ന് തെളിയിക്കുകയും വേണം. എന്റെ മോനിങ്ങനെ വിഷമിച്ചിരിക്കാതെ അതിനു വേണ്ട എന്താന്ന് വെച്ചാ അത് ചെയ്യേ. അമ്മേ, അതിനുള്ള ശ്രമങ്ങള് വർമ്മ സാർ ചെയ്യുന്നുണ്ട്. സുപ്രീം കോർട്ടിൽ ഒരു വക്കീലുണ്ട്. സാറ് ആ വക്കീലിനെ കാത്തിരിക്കുക. വലിയ വലിയ അക്രമങ്ങൾ ചെയ്യുന്നവരൊക്കെ പുല്ലുപോലെ കോടതിയിൽ നിന്ന് ഇറങ്ങി പോവുക. ഒരു തെറ്റും ചെയ്യാത്ത നമ്മുടെ കൊച്ചിപ്പോ ജയിലിലും. ഏത് ദ്രോഹിയാണോ എന്തോ ഈ ചതിയൊക്കെ ചെയ്തത്. എല്ലാം ഒരാൾ, ഇതിന്റെ പിന്നിൽ ഒരേ ഒരാൾ മാത്രം. ആ പിശാചിന്റെ മുഖം എന്റെ മനസ്സിൽ തെളിഞ്ഞു വരിക. അച്ഛാ, ഇപ്പോ അംബിക മാത്രമല്ല, ഋതുവിന്റെ ശത്രു ആനന്ദം പിള്ളയുണ്ട്. ശരിയാ, അയാളെ മോളൊന്ന് ഭരിപ്പിച്ചതല്ലേ, അതിന്റെ പക തീർത്തതായിരിക്കും. എന്തായാലും എത്രയും പെട്ടെന്ന് ഋതുമോളെ പുറത്തിറക്കുകയും വേണം. ഈ കുറ്റം ചെയ്തവരെ ജയിലിൽ അടയ്ക്കുകയും വേണം. അകലേ നോവിനാലേ